ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. 2026 മാർച്ച് 24 ചൊവ്വാഴ്ച, ചൈത്രമാസത്തിലെ ശുക്ലപക്ഷ ഷഷ്ടി, മീനമാസത്തിലെ ഷഷ്ടി. ഇത്തവണ ഷഷ്ടി വന്നിരിക്കുന്നത് ചൊവ്വാഴ്ചയാണ്. ചൊവ്വാഴ്ച സുബ്രഹ്മണ്യ സ്വാമിക്ക് വളരെയധികം ഉത്തമമായ, സുബ്രഹ്മണ്യ പൂജകൾക്ക് ശ്രേഷ്ഠമായ ദിവസമാണ്. ചൊവ്വാഗ്രഹത്തിൻ്റെ അധിപനാണ് സുബ്രഹ്മണ്യ സ്വാമി. അതുകൊണ്ട് തന്നെ ചൊവ്വാഴ്ച വന്നിരിക്കുന്ന ഷഷ്ടി വളരെയധികം ശ്രേഷ്ഠമാണ്. മീനമാസത്തിലെ ഷഷ്ടി. ഷഷ്ടി തിഥി ആരംഭിക്കുന്നത് 23-ാം തീയതി വൈകുന്നേരം സന്ധ്യയ്ക്ക് 6:38 മുതൽ 24-ാം തീയതി വൈകുന്നേരം 4:07 വരെയാണ്. അതുകൊണ്ട് ഉദയത്തിൽ ഷഷ്ടി വരുന്ന 2026 മാർച്ച് 24-ാം തീയതിയാണ് നമ്മൾ ഷഷ്ടിയായി ആചരിക്കുന്നത്. ഭഗവാൻ വേലായുധ സ്വാമി ശൂരപത്മാസുരൻ എന്ന അസുരനെ വധിച്ചതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ ഷഷ്ടി ആഘോഷിക്കുന്നത്. വേലായുധ സ്വാമിയുടെ ജന്മം തന്നെ അസുര നിഗ്രഹണത്തിന് വേണ്ടിയിട്ടായിരുന്നു. ശൂരപത്മാസുരനും താരകാസുരനും അങ്ങനെയുള്ള അസുരന്മാര് ശിവപുത്രന് മാത്രമേ തങ്ങളെ വധിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന ഒരു വരം നേടിയതനുസരിച്ചിട്ട് ഭഗവാൻ അവതരിക്കുകയാണ്. സതീദേവിയുടെ ദേഹവിയോഗത്തിനു ശേഷം മഹേശ്വരൻ വലിയ തപസ്സിലാണ്. അതുകൊണ്ട് ഇനി ഒരിക്കലും ഭഗവാൻ മറ്റൊരു വിവാഹം കഴിക്കുകയില്ല, ശിവപുത്രൻ ജനിക്കുകയില്ല എന്ന ഒരു വിഡ്ഢിത്തമായ ഒരു ചിന്ത കൊണ്ട് അവരങ്ങനെ ഒരു വരം മേടിച്ചതാണ്. അങ്ങനെ വരമൊക്കെ മേടിച്ചതിന് ശേഷം ഈ അസുരന്മാര് ദേവന്മാരെ സ്വർഗത്തിൽ നിന്നും ഓടിച്ചു വിടുകയും അവരെ കൊണ്ട് പല വിധത്തിലുള്ള നീചങ്ങളായ പ്രവർത്തികളൊക്കെ ചെയ്യിപ്പിക്കുകയും ചെയ്തു. ബ്രഹ്മദേവനെ കൊണ്ട് കടലിൽ പോയി മീൻ പിടിച്ചുകൊണ്ട് വരാൻ ബ്രഹ്മദേവനോട് പറഞ്ഞു. അങ്ങനെ വരെ ചെയ്യിപ്പിച്ചു എന്നാണ് വിശ്വാസം. മഹർഷിമാരെ ദ്രോഹിച്ചു, പൂജകൾ ചെയ്യാൻ അനുവദിച്ചില്ല, യാഗങ്ങൾ ചെയ്യാൻ അനുവദിച്ചില്ല, നല്ല മനുഷ്യരെ ദ്രോഹിക്കുന്നു. അങ്ങനെ എല്ലാ വിധത്തിലുള്ള ദ്രോഹങ്ങൾ ചെയ്ത് അങ്ങനെ സുഖിച്ച് രമിച്ച് ജീവിക്കുന്ന ഈ അസുരന്മാരെ വധിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ദേവന്മാരുടെ നിരന്തരമായ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഭഗവാൻ അവതരിച്ചത്. അങ്ങനെ ഭഗവാൻ അവതരിച്ചത് തന്നെ ഇവരെ വധിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, സത്യം ജയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, തിന്മയ്ക്കുമേൽ നന്മ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ അവതരിച്ചത്. ഈ വധിച്ച ശൂരപത്മാസുരനെ തന്നെ ഭഗവാൻ തൻ്റെ വാഹനമായി സ്വീകരിക്കുകയാണ്. ശൂരപത്മാസുരൻ മയിലായി മാറി എന്നാണ് പറയുന്നത്. ആ മയിലിനെ തൻ്റെ വാഹനമായി ഭഗവാൻ സ്വീകരിച്ചു. അങ്ങനെ എല്ലാ വിധത്തിലുള്ള നന്മകളും ഈ ലോകത്തിന് പ്രദാനം ചെയ്യുന്ന ഈശ്വരനാണ് വേലായുധ സ്വാമി. മഹാജ്യോതിഷിയാണ്, സ്വാമിനാഥനാണ്, സച്ചിദാനന്ദമൂർത്തിയാണ്, ചൊവ്വാഗ്രഹത്തിൻ്റെ അധിപനാണ്, ജ്ഞാനപ്പൊരുളാണ്. അങ്ങനെ എല്ലാ വിശേഷണങ്ങളോടും കൂടിയ പരമ്പൊരുളാണ്, ഓങ്കാരമൂർത്തിയാണ് വേലായുധ സ്വാമി. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ ഒരു പ്രശ്നത്തിൽ നിന്നും എനിക്ക് മോചനമില്ല എന്ന് കരുതി വിഷമിച്ചിരിക്കുന്ന മനുഷ്യരുടെ ജീവിതത്തിന് പോലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി തരുന്നതിന് വേലായുധ സ്വാമിക്ക് കഴിയും. നിരന്തരമായ സുബ്രഹ്മണ്യ ഭജനത്തിലൂടെ നല്ല ഒരു ജീവിതം നമുക്ക് ഉണ്ടാകുന്നതിനായിട്ട് സാധിക്കും. അതുകൊണ്ട് എല്ലാ കുഞ്ഞുങ്ങളും, അവരിനി ഏതു നക്ഷത്രത്തിൽ പിറന്നവരായിക്കോട്ടെ, എല്ലാ കുഞ്ഞുങ്ങളെ കൊണ്ടും നമ്മൾ നിരന്തരം ഓം ശരവണ ഭവായ നമ എന്ന് 11 തവണ എല്ലാ ദിവസവും
ജപിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ 6 തവണയെങ്കിലും കുറഞ്ഞത് ജപിക്കണം. എല്ലാ ദിവസവും ഓം ശരവണ ഭവായ നമ, ഈ ഓം ശരവണ ഭവായ നമ എന്ന നാമത്തിനേക്കാൾ ശ്രേഷ്ഠമായ മറ്റൊരു മുരുക മന്ത്രമില്ല. നിരന്തരം ജപിച്ചുകൊണ്ടിരിക്കുക. എല്ലാ മാതാപിതാക്കളും വേലായുധ സ്വാമിയെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കാരണം മക്കളുടെ അഭിവൃദ്ധിക്ക് വേണ്ടി ഇത്രയും നല്ലൊരു പ്രാർത്ഥന വേറൊന്നുമില്ല. നമുക്ക് എല്ലാ സുഖ സൗകര്യങ്ങളുമുണ്ട്. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾ വേണ്ട വിധത്തിൽ വേണ്ടതുപോലെ അവർക്ക് എല്ലാ ഐശ്വര്യങ്ങളും കൊടുത്തില്ലെങ്കിൽ നമ്മൾ എത്ര നന്നായി ജീവിച്ചിട്ടും എന്താണ് ഫലം? അതുകൊണ്ട് എല്ലാ മാതാപിതാക്കളും നിർബന്ധമായും മുരുകദേവനെ പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ എല്ലാ കുട്ടികളും അവരുടെ ജീവിതത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, ഐശ്വര്യത്തിന് വേണ്ടി നിർബന്ധമായും വളരെ ചെറിയ കാലം മുതൽക്ക് തന്നെ സുബ്രഹ്മണ്യ ഭജനം ശീലമാക്കണം. വർഷത്തിൽ ഒരിക്കലെങ്കിലും പഴനിയിൽ കൊണ്ടുപോയി കുട്ടികളെ തൊഴിയിക്കാനായിട്ട് ശ്രദ്ധിക്കുക. മുരുക പ്രീതികരങ്ങളായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഷഷ്ടി ദിവസം നമുക്കൊരു വ്രതമായി എടുത്ത് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ലെങ്കിലും അന്നേ ദിവസം ഷഷ്ടിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തുകയും അന്നത്തെ ദിവസം നോൺ വെജ് ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ ഇരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുക തന്നെ ചെയ്യണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. കുടുംബദോഷങ്ങൾ, മുൻജന്മദോഷങ്ങൾ, പ്രാക്കുദോഷങ്ങൾ, നമ്മുടെ മറ്റു തലമുറയിൽപ്പെട്ട ആളുകൾ എന്തെങ്കിലുമൊക്കെ ദോഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കുടുംബജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ, ചൊവ്വാഗ്രഹത്തിൻ്റെ ദോഷങ്ങൾ കൊണ്ടുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഈ ചൊവ്വ എന്ന് പറഞ്ഞ ഗ്രഹം ശരിയായ രീതിയിൽ നമ്മുടെ ജാതകത്തിൽ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ അത് ദോഷഭാവത്തിൽ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ കുടുംബജീവിതത്തിൽ അത് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ കുടുംബജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് സുബ്രഹ്മണ്യ സ്വാമിയെ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും തരുന്ന ദേവനാണ് വേലായുധ സ്വാമി. മഹാജ്യോതിഷിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ തലയിലെഴുത്ത് പോലും മാറ്റി എഴുതുവാൻ ശേഷിയുള്ള സ്വാമിയാണ് വേലായുധ സ്വാമി. ഭഗവാൻ അഭിഷേക പ്രിയനാണ്. അതുകൊണ്ട് ഏതു ദ്രവ്യം ഉപയോഗിച്ചിട്ട് വേണമെങ്കിലും നമുക്ക് അഭിഷേകം ചെയ്യാം. പാലുകൊണ്ട്, ജലം കൊണ്ട്, പനിനീര് കൊണ്ട് ഒക്കെ തന്നെ, തേൻ കൊണ്ട്, തൈര് കൊണ്ട്, നമുക്കിഷ്ടമുള്ള ഏതു ദ്രവ്യം കൊണ്ട് വേണമെങ്കിലും അന്നേ ദിവസം നമുക്ക് ഭഗവാന് അഭിഷേകം ചെയ്യാം. ഭഗവാന് മഞ്ഞപ്പെട്ട് സമർപ്പിക്കുന്നത്, മഞ്ഞ പൂക്കൾ കൊണ്ട് ഭഗവാന് അർച്ചന ചെയ്യുന്നതൊക്കെ തന്നെ വളരെ വളരെ വിശേഷപ്പെട്ടതാണ്. പ്രത്യേകിച്ച് അഭിഷേകം ചെയ്യുന്നതാണ് ഭഗവാന് ഏറ്റവും ഇഷ്ടം. ഭസ്മം കൊണ്ട് അഭിഷേകം ചെയ്യാം, എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യാം, പാല്, തേന്, തൈര്, അങ്ങനെ പഞ്ചഗവ്യം, അങ്ങനെ എന്ത് ദ്രവ്യം കൊണ്ട് വേണമെങ്കിലും നമുക്ക് ഭഗവാന് അഭിഷേകം ചെയ്യാം. അങ്ങനെ അഭിഷേകം ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം നമുക്ക് മുരുക പ്രാർത്ഥന കൊണ്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് അസുരഗണത്തിൽപ്പെട്ട ആളുകൾ അവർ നിർബന്ധമായും എല്ലാവരും പ്രാർത്ഥിക്കണം. അസുരഗണത്തിൽപ്പെട്ട ആളുകൾ നിർബന്ധമായും, നമ്മൾ പറയത്തില്ലേ, അവർ നിർബന്ധമായും ചെയ്യണം. അവരൊരിക്കലും അത് ഉപേക്ഷിക്കരുത്. നിർബന്ധമായും അവർ മുരുകദേവനെ പ്രാർത്ഥിക്കണം. അതുപോലെ കാർത്തിക നക്ഷത്രത്തിൽപ്പെട്ട ആളുകൾ നിർബന്ധമായും മുരുകദേവനെ പ്രാർത്ഥിച്ചിരിക്കണം. ഇല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ വലിയ ദുരിതങ്ങൾ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷേ അവരെപ്പോഴാണോ മുരുകനെ പ്രാർത്ഥിച്ചു തുടങ്ങുന്നത് അന്ന് മുതൽ അവരുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് അന്നേ ദിവസം പ്രാർത്ഥിക്കുക. എങ്ങനെയാണ് ഷഷ്ടി എടുക്കേണ്ടത് എന്ന് എല്ലാവർക്കും അറിയാം. തലേ ദിവസം ഒരിക്കൽ ഉണ്ണുക. പിറ്റേ ദിവസം നമുക്ക് ഒരു നേരം വേണമെങ്കിൽ അരിഭക്ഷണം കഴിക്കാം. അത് ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന ചോറ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ പച്ചരിയോ ഉണക്കലരിയോ അങ്ങനെ എന്തെങ്കിലും വറ്റിച്ചിട്ട് അത് നമുക്ക് കഴിക്കാം. അത് ചിലർ ഉച്ചയ്ക്ക് കഴിക്കും, ചിലർ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം കഴിക്കും. അതൊക്കെ നമ്മുടെ ഇഷ്ടം, എങ്ങനെ വേണമെന്നുള്ളത്. അങ്ങനെ ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ചിരിക്കുന്ന ആളുകളുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ മുളക് അല്ലെങ്കിൽ എന്തെങ്കിലും മോര് അങ്ങനെ എന്തെങ്കിലും കൂട്ടി നമുക്ക് കഴിക്കാം. ഉള്ളി, വെളുത്തുള്ളി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കരുത്. പഴയ അച്ചാറുകൾ ഉപയോഗിക്കരുത്. ഉഴുന്ന് ചേർന്ന ഒരു തരത്തിലുള്ള ഭക്ഷണങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. പപ്പടം, ഉഴുന്നുവട, ഇഡ്ഡലി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ഇത്രയും കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം. ചിലർ പൂർണ്ണ ഉപവാസം എടുക്കും, ചിലർ ജലം മാത്രം കുടിച്ചിരിക്കും, ചിലർ പാലും പഴങ്ങളും കഴിച്ചിരിക്കും, ചിലർ പഴങ്ങൾ മാത്രം കഴിച്ചിരിക്കും. നമ്മുടെ ഇഷ്ടം. ഒരു നേരം വേണമെങ്കിൽ നമുക്ക് ഇതേ രീതിയിൽ അരിഭക്ഷണം കഴിക്കാം. അത് ചോറ്, നമ്മൾ ഉണക്കലരി ചോറ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കൂട്ടത്തിൽ മുളകോ അല്ലെങ്കിൽ മോരോ അങ്ങനെ എന്തെങ്കിലും കൂട്ടിയിട്ട് കഴിക്കാം. പക്ഷേ വാളംപുളി, അതായത് നമ്മൾ സാമ്പാറിനൊക്കെ പിഴിഞ്ഞു കൂട്ടുന്ന പുളി, അത് നമ്മൾ ഉപയോഗിക്കാറില്ല. അതിന് പകരം നിങ്ങൾ ചമ്മന്തി അരക്കുകയാണെങ്കിൽ
തേങ്ങയും പച്ചമുളകോ അല്ലെങ്കിൽ മുളക് പൊടിയോ ഒക്കെ ചേർത്തിട്ട് നാരങ്ങാ നീര് അത് ചേർത്തിട്ട് നമുക്ക് ചമ്മന്തി അരയ്ക്കാം, അല്ലെങ്കിൽ മാങ്ങ ചേർത്തിട്ട് ചമ്മന്തി അരയ്ക്കാം. പക്ഷെ ഈ വാളൻ പുളി, അതായത് പിഴിഞ്ഞുപയോഗിക്കുന്ന സാമ്പാറിന് ഉപയോഗിക്കുന്ന ആ പുളി, അത് നമ്മൾ ഉപയോഗിക്കാറില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക. ഷഷ്ഠി ദിവസം ആരും മറക്കാതിരിക്കുക. ഷഷ്ഠി ദിവസം ഇനി വ്രതമായി എടുത്തില്ലെങ്കിൽ പോലും ഒരു നേരമെങ്കിലും സുബ്രഹ്മണ്യ ഭജനം നടത്തുക. നമുക്കറിയാവുന്ന എല്ലാ വിധത്തിലുള്ള നാമങ്ങളും ജപിച്ച് പ്രാർത്ഥിക്കുക. 6 മൺചിരാതുകൾ തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ ശ്രേഷ്ഠമാണ്. എല്ലാ ഷഷ്ഠി ദിവസങ്ങളിലും 6 മൺചിരാതുകൾ തെളിയിച്ച് സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ശ്രേഷ്ഠമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക, നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും നമുക്ക് എന്തെങ്കിലുമൊക്കെ ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആഗ്രഹ പൂർത്തീകരണം നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ ഷഷ്ഠിവ്രതം എടുത്ത് പ്രാർത്ഥിച്ചു കൊള്ളുക. തീർച്ചയായിട്ടും ഭഗവാൻ അതിനൊരു പരിഹാരം കണ്ടെത്തുക തന്നെ ചെയ്യും. എല്ലാവരും നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.